എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 17ാമത്തെ സർഗത്തിൽ 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകത്തിലൊക്കെ അനുഷ്ഠുപ്പ് വൃത്തമാണുള്ളത്. ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ ഹരിരൂപത്തിൽ അഥവാ വാനരന്മാരുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് എത്തണ കഥയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 8ാമത്തെ ശ്ലോകം നോക്കാം. തേ തഥോക്താ ഭഗവതാ തത്പ്രതിശ്രുത്യ ശാസനം ജനയാമാസുരേവം തേ പുത്രാൻ വാനരരൂപിണ. തേ തഥോക്താഹ തേ അപ്രകാരം ഭഗവതാ തഥോക്താഹ തേ ഭഗവതാ ബ്രഹ്മണ തഥോക്ത ഭഗവാൻ ബ്രഹ്മാവിനാൽ അപ്രകാരം പറയപ്പെട്ടവരായ ദേവന്മാർ അവരെന്താ ചെയ്തത്? തത് ശാസനം പ്രതിശ്രുത്യ ബ്രഹ്മാവിൻ്റെ ശാസനം കേട്ടിട്ട് അത് അക്ഷരം പടി നടപ്പിൽ വരുത്താൻ ഇച്ഛിച്ചുകൊണ്ട് അതാണ് പ്രതിശ്രുത്യ, സത്യം ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് എന്തു ചെയ്തു? വാനരരൂപിണ പുത്രാൻ ഏവം ജനയാമാസു. തേ എന്ന് പറയുമ്പോൾ ആദ്യം ആ വാക്ക് ചേർക്കണം. അതായത് ഈ പറഞ്ഞ വാനരന്മാരെല്ലാവരും തന്നെ 2 തവണ തേ എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അർത്ഥം ഒരു വ്യക്തമല്ലാതെ വരുന്നുണ്ട്. ഏതായാലും ഇത്രയേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ ആജ്ഞ കേട്ടിട്ട് എല്ലാ ദേവന്മാരും വാനരരൂപികളായിട്ടുള്ള പുത്രന്മാരെ ജനിപ്പിച്ചു എന്നർത്ഥം. ഭൂമിയിലേക്ക് ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാനായിട്ട് പുത്രന്മാരെ സൃഷ്ടിച്ചു. ആരൊക്കെയാണ് പിതാക്കന്മാരായത്? ഋഷയശ്ച മഹാത്മാന സിദ്ധവിദ്യാധരോരഗാഃ ചാരണാശ്ച സുതാൻ വീരാൻ സസൃജുർവനചാരിണ. ആരൊക്കെയായിരുന്നു? ഋഷിമാർ, മഹാത്മാക്കളായിട്ടുള്ള ഋഷിമാർ കുറേ പേര്. അവരൊക്കെ തന്നെ പുത്രോത്പാദനം നടത്തി അവരൊക്കെ അച്ഛന്മാരായി പുത്രന്മാരെ ഭൂമിയിലേക്ക് വിട്ടു. അതാണ് മഹാത്മാന ഋഷയ. സിദ്ധ വിദ്യാധര ഉരഗാഹ. സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, ഉരഗങ്ങൾ അവരൊക്കെ തന്നെ പുത്രന്മാരെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ ചാരണാഹ, ചാരണന്മാരെന്ന് വെച്ചാൽ ഗന്ധർവന്മാരെ പോലെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും ഈ അപ്സരസ് തുടങ്ങിയിട്ടുള്ള സ്ത്രീകളിൽ പുത്രോത്പാദനം നടത്തിയിട്ട് അവരെയൊക്കെ എന്തു ചെയ്തു? അതാണ് വനചാരിണ സുതാൻ വീരാൻ സസൃജു. വനചാരികളായിട്ടുള്ള പുത്രന്മാരായിട്ട് സൃഷ്ടിച്ചു. വനചാരികൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുരങ്ങന്മാരാണ്. കുരങ്ങന്മാരായിട്ടുള്ള പുത്രന്മാരെ സൃഷ്ടിച്ചു. അവരെയൊക്കെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പറഞ്ഞ വാനരന്മാരുടെ സമൂഹത്തിൽ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പിതാക്കന്മാരെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിലൊക്കെ വർണ്ണിക്കുന്നത്. നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. വാനരേന്ദ്രം മഹേന്ദ്രാഭമിന്ദ്രോ ബാലിനമാത്മജം സുഗ്രീവം ജനയാമാസ തപനസ്തപതാംബര. കുരങ്ങന്മാരിലെ ഏറ്റവും കേമന്മാരായിട്ടുള്ള 2 പേരായിരുന്നു ബാലിയും സുഗ്രീവനും. അവരൊക്കെ ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിലേക്ക് വരികയാണെന്ന് വിചാരിച്ചിട്ട് പുത്രന്മാരായിട്ട് വന്നവരാണ്. ആരുടെ പുത്രന്മാരായിരുന്നു എന്നാണ് പറയണത്? വാനരേന്ദ്രം മഹേന്ദ്രാഭം ഇന്ദ്ര ബാലിനം ആത്മജം ജനയാമാസ. വാനരന്മാരുടെ നേതാവ്, നായകനായിരുന്നു ബാലി, വാനരേന്ദ്രനായിട്ടുള്ള ബാലി. ആ വാനരേന്ദ്രനായിട്ടുള്ള ബാലി ഇന്ദ്രനെ പോലെയായിരുന്നു. ദേവന്മാരുടെ നേതാവായിട്ടുള്ള ഇന്ദ്രൻ എപ്രകാരമാണോ ശോഭിച്ചത് അതുപോലെ വാനരന്മാരുടെ ഇടയിൽ രാജാവായിട്ട് ശോഭിച്ചവനായിരുന്നു ബാലി. അങ്ങനെയുള്ള ബാലിയെ ആരാണ് ജനിപ്പിച്ചത്? ആരാണ് ബാലിക്ക് ജന്മം കൊടുത്തത്? ഇന്ദ്രഹ ജനയാമാസ. ഇന്ദ്രനാണ് ബാലിയുടെ അച്ഛൻ. ഇനി അടുത്ത ആളാരാണ്? ബാലിയുടെ തൊട്ട് സഹോദരനായിട്ടുള്ള സുഗ്രീവൻ. സുഗ്രീവന് ജന്മം കൊടുത്തത് ആരാ? സുഗ്രീവം ജനയാമാസ തപനസ്തപതാംവര. തപതാംവര തപന സുഗ്രീവം ജനയാമാസ. തപതാംവര എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്തിരിക്കുന്നവരിൽ ഏറ്റവും മുന്തിയവനായ സൂര്യൻ. തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനാണ് സുഗ്രീവന് ജന്മം കൊടുത്തത്. ഇന്ദ്രൻ ബാലിക്ക് ജന്മം കൊടുത്തു, സൂര്യൻ സുഗ്രീവന് ജന്മം കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ആർക്കൊക്കെ ഏതൊക്കെ പുത്രന്മാരുണ്ടായി എന്ന് ക്രമത്തിൽ പറയാണ്. നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. ബൃഹസ്പതിസ്ത്വജനയത്താരം നാമ മഹാകപിം സർവവാനരമുഖ്യാനാം ബുദ്ധിമന്തമനുത്തമം. ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളൊരു വാനരനുണ്ടായി. ആ വാനരൻ്റെ പേരായിരുന്നു
താരനെന്ന്. താരഹ. ആ താരൻ എന്നു പേരുള്ളതായ കപിവരനെ ആരാണ് ജനിപ്പിച്ചത്? ബൃഹസ്പതി തു അജനയത്. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയുടെ കേന്ദ്രമാണ്, ദേവന്മാരുടെ ഗുരുവാണ്. അങ്ങനെയുള്ള ഗുരു എന്നുള്ള ഒറ്റ പേര് കൊണ്ടും അറിയപ്പെടാറുണ്ട്, ബൃഹസ്പതി എന്നും അറിയപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് താരൻ എന്നു പേരുള്ള ഒരു കവി ജനിച്ചു. അദ്ദേഹമാകട്ടെ സർവവാനരമുഖ്യാനാം, ശ്രേഷ്ഠന്മാരായിട്ടുള്ള വാനരന്മാരുടെ ഇടയിൽ അനുത്തമം ബുദ്ധിമന്തം, വളരെ വലിയ ബുദ്ധിമാനായിരുന്നു. വരാൻ പോകുന്നത് കഴിഞ്ഞു പോയതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള പ്രയോഗങ്ങൾ നടത്താൻ, ജീവിക്കാൻ, രാജ്യം ഭരിക്കാനൊക്കെ കഴിവുള്ളവനായിരുന്നു ഈ താരൻ എന്നു പേരുള്ള കപീശ്വരൻ. ആ താരൻ എന്നു പേരുള്ള കപീശ്വരനെ ജനിപ്പിച്ചത് ആരായിരുന്നു? അതാണ് ബൃഹസ്പതിയുടെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിച്ചതെന്നർത്ഥം. ഇനി 12ാമത്തെ ശ്ലോകം നോക്കാം. ധനദസ്യ സുത ശ്രീമാൻ വാനരോ ഗന്ധമാദന വിശ്വകർമാത്വജനയൻ നളം നാമ മഹാകപിം. അടുത്തത് ധനദൻ. ധനദൻ എന്ന് പറഞ്ഞാൽ കുബേരനാണ്, ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ധനേശനായിട്ടുള്ള കുബേരൻ. കുബേരൻ ആർക്ക് ജന്മം കൊടുത്തു? ധനദസ്യ സുത, ധനദൻ്റെ പുത്രൻ്റെ പേരാണ് ശ്രീമാൻ ഗന്ധമാദന വാനരഹ. ഗന്ധമാദനൻ എന്നു പേരുള്ള കുരങ്ങൻ ആർക്കാണ് ജനിച്ചത്? കുബേരന് ജനിച്ചു. അതോടൊപ്പം തന്നെ വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടി നടത്തിയവനാണ്. അതായത് അളവൊക്കെ കൂട്ടിയിട്ട്, ബ്രഹ്മാവാണ് സൃഷ്ടിച്ചതെങ്കിലും ഈ പ്രപഞ്ചത്തെ ഈ ഒരു രൂപത്തിൽ, ഈ ഭൂമിയെ ഈ ഒരു രൂപത്തിൽ അളന്ന് തൂക്കി ഇവിടെ വച്ചിരിക്കുന്നത് വിശ്വകർമാവാണ്. വിശ്വകർമാവിൻ്റെ പുത്രനായിട്ടാണ് നളൻ എന്നു പേരുള്ള ഒരു വാനരൻ ജനിച്ചത്. ഈ നളനാണ് ചിറകെട്ടുമ്പോൾ, ഈ സമുദ്രത്തിൽ കൂടെ സീതാന്വേഷണത്തിന് പോകുമ്പോൾ ലങ്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിറകെട്ടുമ്പോൾ ശ്രീരാമനെ സഹായിച്ചത്. ചിറകെട്ടിയത് നളനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വകർമാവിൻ്റെ പുത്രനായിട്ട് മഹാകവിയായിട്ടുള്ള നളൻ ജനിക്കുകയുണ്ടായി. വിശ്വകർമാത്വജനയത്, വിശ്വകർമാവ് ജനിപ്പിച്ചു. ആരെ? നളൻ എന്നു പേരുള്ള മഹാകവിക്ക് ജന്മം നൽകി എന്നർത്ഥം. 13ാമത്തെ ശ്ലോകം നോക്കാം. പാവകസ്യ സുത ശ്രീമാൻ നീലോഗ്നിസദൃശപ്രഭ തേജസാ യശസാ വീര്യാദതിരിച്യത വീര്യവാൻ. ഇനി ദേവന്മാരിൽ അഗ്നിക്കും ഒരു പുത്രനുണ്ടായി. അഗ്നി ദേവൻ ഒരു പത്നിയിൽ, ആരാണെന്ന് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, അപ്സരസ്സുകളെ പോലെയുള്ള സുന്ദരികളായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള സ്ത്രീകളായിരിക്കണം. അവരിൽ അഗ്നിക്കൊരു പുത്രനുണ്ടായി. അതാണ് പാവകസ്യ സുത. അദ്ദേഹത്തിൻ്റെ പേരാണ് നീലൻ എന്ന്. അത് ആ മഹാകവി എങ്ങനെയായിരുന്നു? അഗ്നി സദൃശ. പാവകൻ്റെ പുത്രൻ പിന്നെ പാവകനെ പോലെ തന്നെയല്ലേ ഇരിക്കുള്ളൂ. അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന നല്ല തേജസ്സാർന്ന ശരീരത്തോടു കൂടിയവനായിരുന്നു നീലൻ. അതാണ് തേജസ യശസ വീര്യാത് അതിരിച്ചത വീര്യവാൻ. എല്ലാം കൊണ്ടും മറ്റു കുരങ്ങന്മാരിൽ നിന്നും വിഭിന്നനായിരുന്നു ഈ നീലൻ. തേജസ തൻ്റെ ശരീരത്തിൻ്റെ കാന്തി കൊണ്ട്, യശസ കീർത്തി കൊണ്ട്, അതുപോലെ തന്നെ വീര്യം കൊണ്ട് ആരെയും എതിരിടാനുള്ള നല്ല പ്രഭാവമുള്ള ഒരു വാനരനായിരുന്നു നീലൻ. ആ നീലന് ജന്മം കൊടുത്തത് അഗ്നിയാണ്. അഗ്നിയുടെ പുത്രനായിട്ട് വീര്യവാനായിട്ട് നീലൻ ജനിച്ചു. ഇനി 14ാമത്തെ ശ്ലോകം കൂടി നോക്കാം. രൂപദ്രവിണ സമ്പന്നാവശ്വിനൗ രൂപസമ്മതൗ മൈന്ദം ച ദ്വിവിധം ചൈവ ജനയാമാസതു സ്വയം. അടുത്തതായിട്ട് 2 ദേവന്മാരാണ്, ഇരട്ടകളായിട്ടുള്ള 2 ദേവന്മാരാണ് അശ്വനി ദേവന്മാർ. അവരാണ് രൂപദ്രവിണ സമ്പന്നൗ അശ്വിനൗ രൂപസമ്മതൗ. രൂപദ്രവിണം എന്ന് പറഞ്ഞാൽ ധനം കൊണ്ടും രൂപം കൊണ്ടും സമ്പന്നരായവർ, കാണാനും നല്ല സുന്ദരന്മാരാണ്, ധനാഢ്യന്മാരുമാണ്. അങ്ങനെയുള്ള 2 ദേവതകളാണ് അശ്വനീ ദേവതകൾ. അതാണ് രൂപദ്രവിണ സമ്പന്നാവശ്വിനവും രൂപസമ്മതവും. അവർ 2 പേരും കൂടിയിട്ട് 2 സുന്ദരന്മാരായിട്ടുള്ള കവീന്ദ്രന്മാർക്ക് ജന്മം കൊടുത്തു. ആരൊക്കെയായിരുന്നു അത്? മൈന്ദനും ദ്വിവിധനും. മൈന്ദൻ എന്നു പേരുള്ളൊരു കുരങ്ങനും അതുപോലെ തന്നെ ദ്വിവിധൻ എന്നു പേരുള്ളൊരു കുരങ്ങനും ഈ അശ്വനീ ദേവതകളുടെ പുത്രന്മാരായിട്ട് ജനിച്ചു. അതാണ് മൈന്ദം ച ദ്വിവിധം ചൈവ ജനയാമാസതു സ്വയം. ജനയാമാസതു ദ്വിവചനാണ്. ജനയാമാസ ജനയാമാസതു ജനയാമാസു.
അപ്പോൾ ഈ 2 പേരും കൂടിയിട്ട് 2 കുരങ്ങന്മാർക്ക് ജന്മം കൊടുത്തു. അവരും അതീവ സുന്ദരന്മാരും കാണാൻ അഴകുള്ളവരും ധനാഢ്യന്മാരും ഒക്കെ ആയിരുന്നു. അവരുടെ പേരാണ് മൈന്ദൻ എന്നും ദ്വിവിധൻ എന്നും. അങ്ങനെ കുറേ പേർക്ക് ജന്മം കൊടുത്തു എന്നുള്ളത് എണ്ണി എണ്ണി പറയാണ്. ഇനി ഹനുമാൻ പ്രഭൃതിയായിട്ടുള്ളവരുടെ ജന്മത്തിനെ പറ്റിയിട്ടൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞാൽ കുറേയധികം വർണ്ണിക്കാനുണ്ട്, കുറേ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ തീരില്ല. അതൊക്കെ അടുത്ത ദിവസം നോക്കാം. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് കുറേയധികം ദേവന്മാരും അതുപോലെ തന്നെ സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ ധാരാളം വാനരന്മാരെ ജനിപ്പിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തേ തഥോക്ത ഭഗവതാ തത്പ്രതിശ്രുത്യ ശാസനം ജനയാമാസുരേവം തേ പുത്രാൻ വാനരരൂപിണ ഋഷയശ്ച മഹാത്മാനഃ സിദ്ധവിദ്യാധരോരഗാഃ ചാരണാശ്ച സുതാൻ വീരാൻ സസൃജുർവനചാരിണ വാനരേന്ദ്രം മഹേന്ദ്രാഭമിന്ദ്രോ ബാലിനമാത്മജം സുഗ്രീവം ജനയാമാസ തപനസ്തപതാം വര ബൃഹസ്പതിസ്ത്വജനയത്താരം നാമ മഹാകവിം സർവവാനരമുഖ്യാനാം ബുദ്ധിമന്തമനുത്തമം ധനദസ്യ സുത ശ്രീമാൻ വാനരോ ഗന്ധമാദന വിശ്വകർമാ ത്വജനയന്നളം നാമ മഹാകവിം പാവകസ്യ സുത ശ്രീമാൻ നീലോഗ്നിസദൃശപ്രഭ തേജസാ യശസാ വീര്യാദത്യരിച്യത വീര്യവാൻ രൂപദ്രവിണസമ്പന്നാവശ്വിനൗ രൂപസമ്മതൗ മൈന്ദം ച ദ്വിവിധം ചൈവ ജനയാമാസതു സ്വയം. ഇവിടെ അത്യരിച്ചത 13ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടത് തേജസ യശസ വീര്യാത് അത്യരിച്യത. അതായത് അത്യരിച്ചത എന്നുള്ളത് അവരെക്കാളൊക്കെ, അതായത് പാവകൻ്റെ പുത്രനായിട്ടുള്ള നീലൻ മറ്റുള്ളവരെ വെച്ചുകൊണ്ട് യശസ്സുകൊണ്ടും തേജസ് കൊണ്ടും അതിവർത്തിച്ചു നിന്നു, അവരെക്കാളൊക്കെ കവിഞ്ഞു നിന്നു എന്നുള്ളതിനുള്ള പ്രയോഗമാണ് അത്യരിച്യത എന്നുള്ളത്. അങ്ങനെ നല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ധാരാളം കവീന്ദ്രന്മാരെ ഭൂമിയിൽ അവതരിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.